ലിയോ വേഗം വരാട്ടോ. ലിയോന് കാലുവേദന, എനിക്കും കാലുവേദന. ലിയപ്പ ലിയപ്പ കൂട്ടി പോവോ പ്ലീസ്. ഇത് ലിയോൻ്റെ കാല് പോലെ അമ്മേൻ്റെ കാലിന് സുഖമില്ലല്ലോ. ഡോക്ടറെ കാണിക്കാൻ പോണ്ടേ നമുക്ക് അമ്മേനെ? നീ കൂട്ടി പോവോ? വാ, പാവല്ലേ അമ്മ. കൂട്ടി പോവോ? ഇത് നിൻ്റെ കാല് പോലെ തന്നെ അമ്മേൻ്റെ കാലുമായി. ബാ ബാ ഇങ്ങനെ കൂട്ടി പോവാ. വാ, പോണം, ഞങ്ങൾക്ക് പോണം ലിയോ. എടാ ലിയോ, ഞങ്ങൾക്ക് പോണോടാ. ബാ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ലിയോ അനങ്ങുന്നില്ല. അപ്പോൾ അവൻ്റെ ഒരു 18ാമത്തെ അടവാണ്. ഇങ്ങനെ അനങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടി കൊണ്ടുപോകും എന്നുള്ളത് അവനറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ കാലൊക്കെ വയ്യാതായതുകൊണ്ട് നമ്മളിതൊന്നും ചെയ്ത് കൊടുക്കാറില്ല അവന്. അങ്ങനെ ഇന്ന് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്ത് അവനെ കൂട്ടിലാക്കി ഞങ്ങൾ റെഡിയായി നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഫിസിയോതെറാപ്പീൻ്റെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ലാവിയുടെ പെർമിഷൻ വേണം ഉള്ളിൽ കയറാനായിട്ട്. അങ്ങനെ എൻ്റെ പെർമിഷൻ ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അമ്മയുടെ ഊഴാണ്. അമ്മയ്ക്ക് പെർമിഷൻ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. കാരണം ഡോക്ടറും നഴ്സുമാരൊക്കെ അമ്മേനെ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും ഒക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സ്മെല്ല് കിട്ടിയിട്ടാണോ എന്നറിയില്ല, കുറച്ചധികം സമയം എടുത്തു ലാവി പെർമിഷൻ കൊടുക്കാൻ.